നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജാസ്മിനും ഗബ്രി ഉണ്ടല്ലോ, അവരെ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? അർജുൻ, ഋഷി, അൻസിബ. ആ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. അടി ഇവരെ വേണം ആദ്യം തൂക്കിയെടുത്ത് വെളിക്കളയാൻ. സീരിയസ്ലി മാൻ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നോ പ്രോബ്ലം. അവർ ഭയങ്കര സേഫ് കളിയാണ്. ഇനി വൈൽഡ് കാർഡ് ആരെങ്കിലും ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വേണം ഗെയിം കളിക്കാൻ, അവരെ വേണം എക്സ്പോസ് ചെയ്യാൻ, അവരെ സേഫ് സോണിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം. വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് അവരെ. ഇതുപോലെ സുഖമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അവസാന ദിവസം വരെ അതിൻ്റെ അകത്ത് നിൽക്കും. അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ വിട്ടാൽ ശരിയാവുക? എല്ലാവരും ജാസ്മിൻ്റെയും ഗബ്ബറുടെ പുറകിലാണ്. ഇവരുടെ പുറകിൽ ആരെങ്കിലുമൊക്കെ പോകണ്ടേ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഈ മൂന്ന് പേരോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. എന്തൊരു വിരോധം? ഗെയിമിൻ്റെ രീതിയിൽ ഇവരെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ അർജുനെ കുറിച്ചിട്ടൊക്കെ അർജുൻ ഫാൻസൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഭയങ്കര ഒബ്സർവേഷനാണ് തറേ പുള്ളി. കിട്ടില്ല മൈൻഡ് ഗെയിമറാണ് തറേ. അയാൾ ഫയർ ആവാൻ വേണ്ടി പോവുകയാണെന്ന്. ഫയർ ആവാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അയാളെ സപ്പോർട്ട് ചെയ്യും, ഉസാറാക്കി വിടാം നമുക്ക്. പക്ഷേ ഇതുവരെ നോക്കുകയാണെങ്കിൽ പുള്ളി ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. വന്ന സമയം തൊട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഒബ്സർവേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഷോ തീരുന്ന വരെ മൂപ്പര് ഒബ്സർവ് ചെയ്തിട്ട് വെളി വന്നിട്ട് ആ ഒബ്സർവ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഋഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും പുള്ളിനെ ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ഇതേപോലെ പുള്ളി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഹേറ്റേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അൻസിബ എനിക്ക് ഒരു തരത്തിലും അവരെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സീരിയസ്ലി മാൻ, എന്തെന്നറിയില്ല, അവരെ എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ശരിയാണ്, അവരൊരു ഗെയിമറാണ്, കണ്ടസ്റ്റൻ്റ് ആണ്. ഗെയിമർ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ വേണ്ടി പോയതാണ്, അതിൻ്റെ അകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷെ അവരുടെ രീതികളെന്തോ എനിക്കൊരു തരത്തിലും കണക്ട് ആവണില്ല. എന്തോ വല്ലാത്തൊരു പരദൂഷണം അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റിയൊക്കെ എനിക്ക് അടിക്കുന്നുണ്ട്. സിജോൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് മഹാ കഷ്ടം തോന്നുന്നത്. വല്ലാത്തൊരു സങ്കടം. ഇനിയിപ്പോൾ പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് വരാൻ പറ്റട്ടെ, വരണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പാവമല്ലേ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പുള്ളിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടമാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ആൾ മാനസികമായിട്ട് വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട്. സർജറി അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റൂള് നമുക്ക് അറിയില്ല, ഇനി കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. ഇനി അഥവാ സിജോന് വരാൻ പറ്റുമെങ്കിൽ സിജോ ഇനി വന്നു കഴിഞ്ഞാൽ ഫയർ ആവണം. വരണതിന് മുമ്പേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളും ചില ലൈവിൻ്റെ പാർട്ടുകളൊക്കെ കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം കാണുകയാണെന്നുണ്ടെങ്കിൽ സിജോന് കയറി ചെന്ന് കഴിഞ്ഞാൽ അൻസിബേനെയും അർജുനെയും ഋഷീനെയൊക്കെ തൂക്കിയെടുത്ത് അടിച്ച് പറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള സാധനമൊക്കെ ആക്ച്വലി ഉണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ശരിയാണ്, ഇപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം സിജോവും റോക്കീനെ പ്രൊവോക്ക് ചെയ്തു, താടിയിൽ തൊട്ടത് കൊണ്ടാണ് റോക്കി അടിച്ചതെന്നൊക്കെ ഞാനും സിജോൻ്റെ ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ എന്നും പറഞ്ഞിട്ട് റോക്കീനെ കംപ്ലീറ്റ്ലി നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും വലിയൊരു തെറ്റ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം അടിച്ച് പൊളിച്ച് സിജോൻ്റെ കരണക്കുറ്റി എന്തോരം അയാളെ ബാധിച്ചു അല്ലേ. പിന്നെ അടി കൊണ്ട ആളോട് ഒരു സഹതാപം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഇല്ല. പക്ഷെ കൊടുത്ത ആളോട് ഒടുക്കത്തെ സഹതാപം. പ്രത്യേകിച്ച് അൻസിബി ഋഷിയൊക്കെ ഇരുന്ന് വാതോരാതെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് ലൈവിൻ്റെ അകത്തൊക്കെ. അയ്യോ, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് റോക്കി, നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് റോക്കി, ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ് റോക്കി. സഹിക്കണില്ല സങ്കടം ഋഷിക്കൊന്നും. അയ്യോ. അൻസിബി ആണെങ്കിൽ അതേപോലെ തന്നെ ഇരുന്ന് മെഴുകാണ്. അർജുനും ഇതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ ഭാഗമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിക്ക് വെളിയിൽ ഭയങ്കര ഫാൻസാണ്, പുറത്ത് റോക്കി ഭയങ്കര ഹീറോ ആയി, സിജോന് ഒടുക്കത്തെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അടിച്ച് മിന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും കുറച്ച് വോട്ട് സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മിന്നിക്കണത്. അപ്പോൾ റോക്കി മോശക്കാരനാണ്, തല്ലിപ്പൊളിയാണ്, അല്ലെങ്കിൽ അയാൾ മഹാ ആവാസനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് അറിയില്ല. അഗ്രസീവായിട്ടുള്ളൊരു നേച്ചറാണ് അയാളുടെ നെഗറ്റീവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ചിലപ്പോൾ അയാൾ വളരെ നന്മകരവും അല്ലെങ്കിൽ ഭയങ്കര സ്നേഹ പുരുഷനായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ അതിനെ എതിർക്കുകയല്ല. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അവരുടെ ഇപ്പോൾ ഉള്ളൊരു സ്റ്റാൻഡ് കാണുന്ന സമയത്ത് എന്തോ അവർ ഭയങ്കരമായിട്ട് റോക്കീനെ മാത്രം ഗ്ലോറിഫൈ ചെയ്തിട്ട് അങ്ങ് പണ്ടാറടങ്ങണ പോലെയാണ് തോന്നുന്നത്. പിന്നെ സിജോനെ കുറിച്ചിട്ട് ഒരു കൺസേൺ ഇല്ലാത്ത പോലെയൊക്കെ കാണിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നു. കാരണം അവിടെ എഫക്റ്റഡ് ആയത്
സിജോന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയത് സിജോന് തന്നെയാണ്. പക്ഷേ അവരുടെ ബോഡി ലാംഗ്വേജിലൊന്നും ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ഒരു സഹതാപവും കാണുന്നില്ല. അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ. ഷോ ഒക്കെ ഭയങ്കര വീക്കാണ്. ആദ്യം രതീഷ് പോയി, പിന്നെ റോക്കി ഫിസിക്കൽ അസാൾട്ടിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോയി. സിജോ ഇപ്പോൾ സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇപ്പം. അതിൻ്റെ അകത്ത് ആരുമില്ല. ഇതേപോലെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോ ഫ്ലോപ്പാണ്, യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. ഷോ ഫ്ലോപ്പാണ്. എത്രയും പെട്ടെന്ന് നല്ല വൈൽഡ് കാർഡൊക്കെ വരണം. വെറുതെ ആരെങ്കിലുമൊക്കെ കയറ്റി വിട്ടിട്ട് കാര്യമില്ല. ഗംഭീരമായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അവർ വന്നിട്ട് കിഴങ്ങന്മാരെ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ സേഫായിട്ട് കളിക്കുന്ന ആൾക്കാരെയൊക്കെ അടിച്ച് പൊളിക്കണം. തല്ലുകയല്ല ഞാൻ പറഞ്ഞത്, മൈൻഡ് ഗെയിം അടിച്ചിട്ട് എല്ലാത്തിനും ഇളക്കി പുകച്ച് വരണം. ഇനി കയറുന്നവർ വെറുതെ വിവരക്കേട് കാണിച്ചിട്ട് ജാസ്മിൻ്റെയും ഗബ്ബറുടെയും പുറകെ പോയിട്ട് കാര്യമില്ല. അവർക്ക് വെളി ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ട്. അവരെ 4 അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലവന്മാർ കയറുന്നത്. പക്ഷേ അങ്ങനെ കയറരുത്. അങ്ങനെ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരെ നിങ്ങൾ മൈൻഡേ ചെയ്യാൻ വേണ്ടി പാടില്ല. വൈൽഡ് കാർഡ് കയറുന്ന ആൾക്കാർ അവരെ മൈൻഡ് പോലും ചെയ്യാൻ വേണ്ടി പാടില്ല. അവരെ ഒരു സൈഡിൽ അങ്ങ് ഇരുത്തിയേക്കണം. എന്നിട്ട് നൈസായിട്ട് ഈ അർജുനെതിരെയും ഋഷിക്കെതിരെയും അൻസിബിക്കെതിരെയൊക്കെ അങ്ങ് കളിച്ച് പൊളിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഷോയിന് ഒരു എന്താ പറയുക അപ്ഗ്രഡേഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടാവുള്ളൂ. ഇനി ഒരു തിരിച്ച് ഈ ഒരു ഷോയിനെ കയറി വരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനൊന്നും ഞാൻ ഒരു തരത്തിലും കണക്കാക്കുന്നില്ല. ആരൊക്കെ ഈ ശ്രീതു, ശരണ്യ, യമുന, കാര്യമില്ല. അവരെ കൊണ്ടൊന്നും ഒരു കോണ്ടന്റ് പൊക്കി പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയി കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്സര നല്ല കണ്ടസ്റ്റൻ്റാണ്, വളരെ ജെന്യുവൻ ആയിട്ടുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. പക്ഷെ അവരും ഒരു ഗെയിം ചേഞ്ചർ എന്നുള്ള ലെവലിലേക്ക് അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള സാധ്യത തീരെ ഇല്ല. പിന്നെ ജിൻഡോൻ്റെ കാര്യമാണെങ്കിലും വേറെ രീതിയിലാണ് പോണത്. അവിടെ ഒന്നും പ്രേക്ഷകർക്ക് അത്ര കണക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടം തോന്നുമായിരിക്കും പുള്ളിയോട്, പക്ഷെ വലിയ കണക്ഷൻ പുള്ളിയോട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ എപ്പിസോഡൊക്കെ ഭയങ്കര ബോറടി ആയിരുന്നേ, ഭയങ്കര സിജോ കൂടി പോയപ്പോഴേക്കും ആകെ നെക്കടിച്ച്, ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ കണ്ടന്റുകളൊക്കെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ തമ്മിൽ ജിൻഡോവും മറ്റവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അത്ര കാര്യമായിട്ട് നമുക്ക് എൻഗേജിങ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ബോറിങ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അതിൻ്റെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ട് അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ കൊണ്ടുവരാനുള്ള ശേഷി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെയുള്ള വിലയിരുത്തലാണ് പറഞ്ഞതിന്, ഭാവിത്തെ കാര്യം അറിയില്ല. ഇതുവരെയുള്ള വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ പ്രേക്ഷകരാണെങ്കിലും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും വെറുതെ ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവരെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇവരെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അപ്പുറത്ത് ഈ പറഞ്ഞ അർജുനും ഋഷിയും അൻസിബയൊക്കെ സേഫ് അടിച്ചിട്ട് ഒരു വേറെ മൂഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ പുകച്ച് വെളിച്ചാടിക്കണം. പിന്നെ ശരണ്യയും ശ്രീധുവിനെ കുറിച്ചിട്ടൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം എന്തെങ്കിലും പറയാൻ വേണ്ടേ. മറ്റവര് പിന്നെ വെറുപ്പിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അർജുനും ഋഷിയും അൻസിബയൊക്കെ വേറെ രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെറുപ്പിക്കില്ലെന്നല്ല, പക്ഷെ വേറെ രീതിയിൽ അത് ഭയങ്കരമായിട്ട് സേഫ് കളിച്ചിട്ട് എന്തോ ഭയങ്കര സംഭവമാവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. സോ അവരെ അങ്ങനെ അങ്ങ് സുഖമായിട്ട് ഇരുത്തിയപ്പോൾ ശരിയാവില്ല. അവരെ ചാടിക്കണം. വെളിക്ക് ചാടണം എന്നല്ല ഞാൻ പറയുന്നത്, അവരെ എക്സ്പോസ് ചെയ്ത് വെളിയിലേക്ക് അവരെ കൊണ്ടങ്ങ് ഇറക്കി കളിപ്പിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്.